എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ്, എൻ്റെ ഒരു രീതി ഇതാണ്, എൻ്റെ ഒരു വിശ്വാസങ്ങൾ ഇതാണ്, എൻ്റെ ഒരു മൂല്യങ്ങൾ ഇതാണ് എന്നൊക്കെ ഒരു അത്രമാത്രം ഒരു സ്ട്രോങ് പോയിന്റ് കിട്ടിയത് എനിക്ക് എൻ്റെ കോളേജ് ലൈഫിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ 12 വയസ്സ്, അതായത് 7ാം ക്ലാസ് വരെയുള്ള ടൈമിൽ നിങ്ങൾ ഇവിടെ വരുന്ന, നിങ്ങൾ ഒന്നാമത് പഠിക്കണം, അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പഠനം എന്ന് പറയുന്നത് പ്രൈമറി. അത് കൂടാതെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ പരീക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസംഗത്തിനുള്ളതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഓട്ടത്തിനായിരിക്കും. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്നൊന്നും പിൻവാങ്ങി നിൽക്കരുത്. ഇപ്പം ഞാൻ 7ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ സകലമാന കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഈവൻ എനിക്ക് അത്ര നല്ല ഓട്ടക്കാരനൊന്നുമല്ല, എന്നാൽ കൂടെ ഞാൻ ഓട്ടത്തിനും പങ്കെടുക്കുമായിരുന്നു, പ്രസംഗത്തിന് പങ്കെടുക്കുമായിരുന്നു, സകല പരിപാടിക്ക്, എഴുത്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുമായിരുന്നു. അപ്പം ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പോകെ നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഓട്ടത്തിന് എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. സോ ഞാൻ ഓട്ടം കട്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ട് പാടാനുള്ള കഴിവുണ്ടെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ പോകെ മനസ്സിലാക്കി എനിക്ക് അതിനുള്ള കഴിവില്ല. അപ്പം ഞാൻ കട്ട് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ പ്രസംഗിക്കുമായിരുന്നു. ആ സമയത്ത് നിമിഷ പ്രസംഗമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ, നിമിഷ പ്രസംഗത്തിനൊക്കെ ഒരു കഴിവുണ്ട്. അപ്പം നമ്മുടെ കഴിവുകൾ നമുക്ക് പോകെ ഏതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൽ സകലമാന പരിപാടികളിലും നമ്മൾ ഒരു താല്പര്യക്കുറവുമില്ലാതെ പങ്കെടുക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു സഭാകമ്പം മാറ്റാനും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നറിയാനും നമുക്ക് പറ്റുള്ളൂ. അധികം നീട്ടുന്നില്ല. ഇന്ന് ശിശുദിനാണ്. ശിശുദിനത്തിൻ്റെ മംഗളാശംസകൾ എല്ലാവർക്കും നേരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി, അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തോ ഭാഗ്യത്താൽ, ദൈവാനുഗ്രഹത്താൽ എനിക്കത് കിട്ടി. അതിന് നിങ്ങൾക്ക് മുന്നിൽ നന്ദി മാത്രമേ പറയാനുള്ളൂ. നിറഞ്ഞ മനസ്സോടെ കൈകൂപ്പിക്കൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നു. അവസാനമായിട്ട് ഞാനിവിടെ കോടന്നൂർ നാട്ടിൽ ഒരാളോടും പറയാണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയത്. അതങ്ങനെയാണ്, പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ബിഗ് ബോസ് പോകുന്നു എന്ന് ആരോടും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. എൻ്റെ നാട്, എൻ്റെ കോടന്നൂർ നാടിൻ്റെ ഒരു സ്നേഹം കണ്ടപ്പോൾ ഇതിൽ പരമൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. അത്രമാത്രം എനിക്ക് എന്താ പറയുക, ഭാഗ്യം ചെയ്ത ഒരാളായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാണ്ട്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടെ എന്നെ വിളിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.